everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസേഷൻ ആണ്. ഓക്കെ, ഇപ്പം ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ? എല്ലാവർക്കും എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് എഴുതിയെന്ന് പറയാം. ഓക്കെ, അപ്പം നോക്കാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ആൻസർ ഓൾ ദ ആക്ടിവിറ്റീസ് എല്ലാം ആൻസർ ചെയ്യണം. കാരണം എന്താ, ഞാൻ 5ൽ പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സമയത്ത് ഏതെങ്കിലും 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും, 2 ആക്ടിവിറ്റീസ് ഒഴിവാക്കാം, അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, internal choice is provided for activities 3 and 5. Answer either A or B. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, അതായത് 3ാമത്തെ ആക്ടിവിറ്റിയിലും 5ാമത്തെ ആക്ടിവിറ്റിയിലും എയോ ബിയോ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ഫസ്റ്റത്തേത് റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. ഓക്കെ, റീഡിങ് കോംപ്രഹെൻഷൻ എന്താണെന്ന് അറിയാമല്ലോ. റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് തന്ന് വായിച്ച് ചെയ്താൽ അത് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എയുടെ ഉത്തരം ഇപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഫ്രണ്ട്സ് ഫോറെവർ എന്നാണ് പോത്തിൻ്റെ ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്, ടേക്ക് ഫണ്ണി സെൽഫീസ്, ഷെയർ അവർ ജോയ്സ്, we watch cartoons and dance around and laugh until we fall to the ground. We play on phones and paint on walls. With kindness shining from the heart, we are best friends in all we do and wish each day was playtime too. Okay, ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കവിതയാണ്. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിൻ്റെ പറ്റി പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ. ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. നിങ്ങൾ 5ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ. ഓക്കെ, അതിൻ്റെ ആൻസർ വന്നിട്ട് സി ഓപ്ഷൻ ആണ്. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. ബി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹേർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത്. സി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് ദ എമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം. അതിൽ ബി ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത് ജോയ്. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് വാച്ചിങ് കാർട്ടൂൺസ് ആണ്. ഓക്കെ, ഇനി 2ാമത്തെ പാസേജ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഓക്കെ, എഡിറ്റിംഗ് ഇതാ നോക്കിക്കോളാം. മൈ ഈസ് നെയിം ഐനു എന്നതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? മൈ നെയിം ഈസ് എന്ന് വരും അല്ലേ? അതായത് നേരെ തിരിച്ചിടും. മൈ നെയിം ഈസ് അനു എന്ന് വരും. ഓക്കെ, അത് നേരെ തിരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ എ ഓപ്ഷൻ്റെ ആൻസർ. ഒരു പാർട്ടിൻ്റെ ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇട്ടിട്ട് നിങ്ങൾ ഈക്വൽ ടു ഇട്ടില്ല അങ്ങനെയല്ലേ എഴുതുന്നത്. ബി പാർട്ട് എന്ന് പറയുന്നത് ഐ ആം 10 years old. അവിടെ ഐ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇവിടെ ഐ ആണ് അണ്ടർലൈൻ ചെയ്തത്, അവിടെ ഐ ക്യാപിറ്റൽ ആണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഐഷ. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐഷയാണ്. ഐഷ മീൻസ് ഫ്രണ്ട് ആണ് അവിടെ ഇതായിട്ടുള്ളത്. FRIEND ആണ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് ആണ് തെറ്റ്. അടുത്തത് ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ. എന്താണ്? ആൻ അല്ല, എ ആണ്. ഷീ ഈസ് എ ഗുഡ് ഗേൾ. ജി അവിടെ വവൽ സൗണ്ട് അല്ല. വി ഗോ ബൈ സ്കൂൾ ടുഗദർ. ടു സ്കൂൾ ടുഗദർ ആണ്. 2 ആണ് അവിടെ വരുന്നത്. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3 തോട്ട്സ് ആണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എ പാർട്ടോ ബി പാർട്ടോ എഴുതിയാൽ മതി. ചെസ്റ്റർ കുഡ് നോട്ട് ഇപ്പോൾ എ പാർട്ടാണ് വായിക്കുന്നത്. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. Tomorrow is my first day to school. He thought he felt lazy. Chester was worried and upset. He wanted to stay at home and play with his friends. Okay.
അപ്പം ഇവിടെ പറയുന്നത് ചെസ്റ്ററിനെ സ്കൂളിൽ പോകാൻ വയ്യ. അപ്പം തലേ ദിവസം അവന് ഉറക്കം വരുന്നില്ല, അവൻ്റെ തോട്ട്സ് എഴുതുക. അതാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത അതിൻ്റെ ബി പാർട്ട് റൈറ്റ് ഡൗൺ ചെസ്റ്റേഴ്സ് തോട്ട്സ്. അത് ഇവിടെ ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടെ എഴുതണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതെന്തായിരുന്നാലും ആ ഹിൻറ്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. The clown saw a blue engine coming. Will you pull us over the mountain? The boys and girls will have no toys or good food, the clown said. The little blue engine thought for a while. Okay. Write down the thoughts of the little blue engine. Okay, അവിടെയും ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. അതായത് ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞുള്ളൂ. ആ ക്ലൗൺ കുറച്ച് നേരം ചോദിച്ച് നമ്മളെ മുകളിലോട്ട് കയറി കൊണ്ടുപോകാമോ, അവിടെ കുട്ടികളുണ്ട്, അവർക്ക് നല്ല ഭക്ഷണവും നല്ല കളിപ്പാട്ടൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു ലിറ്റിൽ എൻജിൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ചിന്തിച്ചു. എന്നിട്ട് അവളുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇത് തന്നിട്ടുണ്ട്, ഹിൻറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി എഴുതാം. നെക്സ്റ്റ് നോക്കാം, റിഡിലാണ് നാലാമത്തെ ആക്ടിവിറ്റി. The little train ran along the tracks. Her carts were full of toys and dolls. Can you identify them? അതായത് അവളുടെ ആ ഒരു ലിറ്റിൽ ട്രെയിനിലെ ലിറ്റിൽ എൻജിൻ എന്ത് ചെയ്തു, ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ കാർട്ടിലുള്ള ടോയ്സിൻ്റെ ഒക്കെ പേര് എഴുതാനാണ് പറഞ്ഞുള്ളത്. I love honey, I sleep in caves. അതാണ് നമ്മൾ അക്രോസ് മീൻസ് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, അക്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുകെ ഉള്ളതാണ്. അപ്പം എന്താണ് അതിൻ്റെ ആൻസർ? ബിയർ ആണല്ലേ, കരടി. നാലാമത്തതാണ്. ഇനി അക്രോസിൽ ഇനി കുറുകെ വരുന്നത് നാലാമത്തതാണ്. I am the largest animal on land. I have a trunk. അതെന്താണ് ആൻസർ? എലിഫന്റ് അല്ലേ, എലിഫന്റ് എന്താ? ആന. ഓക്കെ, ഡൗൺ അതായത് ഇനി താഴോട്ടുള്ളതാണ് നോക്കുന്നത്. I can float on water and carry people. എന്താണ്? അടുത്തത് എത്രയാണ്? 2 അല്ലേ? രണ്ടാമത്തേതായി ഇവിടെ നോക്കുക, ബോട്ടല്ലേ, ഇത് വെള്ളമല്ല. ഓക്കെ, അടുത്തത് I am tall, have a long neck and eat leaves. അതെന്താണ്? ജിറാഫ് അറിയാലോ, ജിറാഫ്. മൂന്നാമത്തതാണേ. അഞ്ചാമത്തെ നോക്കാം, I am funny, I make people laugh in circus. അതെന്താ? ക്ലൗൺ. സിമ്പിൾ അല്ലേ, ക്ലൗൺ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, കോൺവെർസേഷൻ. അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലും എയും ബിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺവെർസേഷൻ ആണ് നോക്കാം. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, എ ഓപ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റർ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സ്കൂൾ ഗേറ്റ്. It was his first day at school. He was worried. Suddenly he met a child named Riley. He too looked sad. Chester shared the secret of kissing hand to comfort Riley. Write the conversation between Chester and Riley. Write at least 4 exchanges. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? റിലേ എന്ന് പറയാ, ചെസ്റ്റർ സ്കൂളിൽ പോയപ്പോൾ റിലേ എന്ന് പറയുന്ന ഒരു കുട്ടി വിഷമിച്ച് നിൽക്കുന്ന കണ്ടു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, റിലേനോട് ആ കിസ്സിങ് ഹാൻഡിനെ പറ്റിയുള്ള സീക്രട്ട് എല്ലാം പറഞ്ഞു. അപ്പം അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ വായിച്ചുതരാം. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ദ സ്റ്റോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. ദ ഡോൾസ് ആൻഡ് ആനിമൽസ് ക്രൈഡ് ഔട്ട് ഓഫ് ജോയ്. You did a great job. I never thought you could do it. The little train congratulated the little blue engine. Write down the conversation between the little train and the little blue engine. Write at least 4 exchanges. Okay. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്തു, ലിറ്റിൽ ട്രെയിനിനെ വലിച്ചുകൊണ്ട് മലയിലെ മുകളിലേക്ക് കയറ്റി. അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന കോൺവെർസേഷൻ. ഓക്കെ, അപ്പം അത് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണ്? ഒരു പിക്ചർ സ്റ്റോറി. ഇവിടെ 4 പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു പട്ടി ഒരു കോഴീനെ പിടിക്കുന്നു. ആ കോഴി എന്ത് ചെയ്തു, അങ്ങനെ ആ കോഴീനെയും കൊണ്ട് നടക്കുമ്പോൾ ആ പട്ടി ഒരു കുഴിയിൽ വീഴുന്നു. അപ്പോൾ ആ കോഴി പറന്ന് രക്ഷപ്പെടുന്നു. ഇതാണ് ആ കഥ. ഓക്കെ, അത് ഇംഗ്ലീഷിലാക്കി എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വലുതായിട്ടൊന്നുമില്ല. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഓരോ മാർക്കും. ഇത് 4 മാർക്കിന്, എഡിറ്റിംഗ് 4 മാർക്കിന്. അപ്പോൾ തന്നെ 8 മാർക്കായി. അത് കഴിഞ്ഞിട്ട് 4 നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ടോട്ടൽ
സ്കോറൊന്നും ഇതിൽ തന്നില്ല, നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മാർക്കും അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 25 ഒക്കെ ആണെന്ന് തോന്നുന്നു, 25-നാണെന്ന് തോന്നുന്നു. 6 ആക്ടിവിറ്റീസ് ഉണ്ട്, 30 മാർക്കിനാണെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങളുടെ പരീക്ഷ. എനിക്കറിയില്ല 25-നോ 30-നോ ആയിരിക്കും. ഓക്കെ, എന്തായിരുന്നാലും 20-നല്ല, അതെനിക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലായി. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ.